പ്പെടുന്നവർക്ക് വിസയും താമസ സൗകര്യവും ഒരുക്കും. നമസ്കാരം. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അവഗണനയിലും ഫെഡറൽ തത്വങ്ങൾ തകർക്കുന്ന നയത്തിലും പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഡൽഹിയിലേക്ക് പോകുന്നു. മറ്റന്നാൾ നടക്കുന്ന ജനകീയ പ്രതിരോധത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിന് പുറമെ കർണാടകയും ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയാണ് കർണാടകയുടെ സമരം. തെലങ്കാനയും സമരത്തിലേക്കെന്ന് കേൾക്കുന്നു. പ്രവാസി ശബ്ദം പരിശോധിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഉൾപ്പെടെ കേന്ദ്രത്തിനെതിരെ സമരം നടത്തുമ്പോൾ ഇവിടെ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുമെന്നതാണ് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടത് സഹയാത്രികൻ ഷമി TP, കോൺഗ്രസ് പ്രതിനിധി അജി കുര്യാക്കോസ്, BJP പ്രതിനിധി രമേശ് TR. ആദ്യം ശ്രീ അജി കുര്യാക്കോസ്, 3 സംസ്ഥാനങ്ങളാണ് പിന്തുണയുമായി കൈകോർത്തുകൊണ്ട് ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ സമരത്തിലേക്ക് പോകുന്നത്. കേരളത്തിന്റെ സമരം മറ്റന്നാൾ, നാളെ കർണാടക സമരത്തിലേക്ക്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സമരത്തിലേക്ക്. പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ, കേരളം ഉന്നയിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോഴും നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് കർണാടകയിൽ യോജിക്കാമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന് യോജിക്കാൻ കഴിയാത്തത്? ആദ്യമായിട്ട് പറയട്ടെ, കർണാടകയിലും തമിഴ്നാടിലും ഒക്കെ ഇന്ത്യ മുന്നണിയായിട്ടാണ് കോൺഗ്രസും ഇടതുപക്ഷവും മത്സരിക്കുന്നതും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഇന്ത്യ മുന്നണി ഒന്ന് നിലവിലില്ല എന്നുള്ള രീതിയിലാണ്. പോളിറ്റ് ബ്യൂറോ പോലും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെയാണ് കേരളത്തിലെ ഇടതുപക്ഷം, അപ്പൊ അതായത് കേരള മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിരിക്കട്ടെ, അതിനപ്പുറത്തേക്ക് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം കൂടിയാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുന്ന രീതിയിലേക്ക് പോയ കാര്യങ്ങളാണ്. അപ്പം ജനങ്ങളുടെ കൂടെ നിൽക്കുകയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് കൂടെ നിൽക്കുക, ഇല്ലെങ്കിൽ ഒപ്പം സമരത്തിൽ പോയില്ലെങ്കിൽ പോലും അതിന് ഐക്യദാർഢ്യം പറയുക എന്നുള്ളതല്ലേ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്? BJPക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നതും സമരം ചെയ്യുന്നതും കോൺഗ്രസ് ആണ്. അത് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയാണ്. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ. അപ്പോ കേരളത്തിലെ ഇടതുപക്ഷ നയത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോഴും. കേരളത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ BJPക്ക് ഒരു ബദൽ കോൺഗ്രസ് എന്ന് മാത്രമാണ് എന്നാണോ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നത്, അന്ന് ഞങ്ങൾ അവരെ കൂടെ ചെയ്യും. കാരണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ മുഖമായ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടല്ലോ, നിങ്ങൾ മത്സരിക്കാതിരിക്കൂ എന്ന് ആവശ്യപ്പെട്ടല്ലോ. കാരണം അതൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ്, ഇന്നല്ല. പക്ഷെ അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിനപ്പുറത്തേക്ക്, അതായത് ഈ പറയുന്ന ദുർനയങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടതല്ലേ, അല്ലാതെ പ്രതിപക്ഷം ജനവിരുദ്ധ പക്ഷത്തു നിന്ന് സർക്കാരിനെ കടന്നാക്രമിക്കുകയല്ലല്ലോ വേണ്ടത്, ജനങ്ങൾക്കൊപ്പമല്ലേ നിൽക്കേണ്ടത്? ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമാൻ രാഹുൽ ഗാന്ധി അദ്ദേഹം മിസോറാമിൽ നിന്ന് തുടങ്ങി ഈ യാത്ര ആരംഭിച്ചിരിക്കുകയല്ലേ. അദ്ദേഹം ആരംഭിച്ചിരിക്കുന്ന യാത്ര എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയുടെ മതേതര ജനാധിപത്യ ശക്തിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഇന്ത്യയെ വിഭജിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റു സംസ്ഥാനങ്ങളോടുള്ള നയങ്ങളോട് എതിർപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ ഇടതുപക്ഷ സഹയാത്രികർ അല്ലെങ്കിൽ ഏതൊക്കെ ഇടതുപക്ഷ ആൾക്കാർ ഞങ്ങളോട് ചേർന്നു? നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഒരു സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് വരാം. ശ്രീ രമേശ്, ഇവിടെ 3 സംസ്ഥാനങ്ങളാണ്. കേരളം സമരത്തിന് പോകുന്നു, പിന്നാലെ കർണാടക, അതിന്റെ തലേന്ന് നാളെ സമരത്തിലേക്ക് ഇറങ്ങുന്നു. കേരളത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു തമിഴ്നാട്. ഇപ്പോൾ കേൾക്കുന്നു തെലങ്കാനയും സമരത്തിലേക്ക് എന്നത്. ദക്ഷിണ ഇന്ത്യ മുഴുവനായി കേന്ദ്രത്തിനെതിരെ സമരത്തിലേക്ക് പോകുമ്പോൾ കേന്ദ്രത്തിന് ഇപ്പോഴുള്ള അവഗണന അവസാനിപ്പിക്കേണ്ടി വരില്ലേ? അല്ല, താങ്കൾ പറഞ്ഞത് തെറ്റാണ്. ദക്ഷിണേന്ത്യ മുഴുവൻ സമരത്തിൽ പോകാൻ അവിടുത്തെ ജനങ്ങളാണല്ലോ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്, അല്ലാതെ അവിടെയുള്ള കോൺഗ്രസ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ DMK പാർട്ടിയോ അല്ലല്ലോ. അവിടെ ഭരിക്കുന്ന അവരുടെ ജനാധിപത്യപരമായ അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശത്തിന് DMKയോ അല്ലെങ്കിൽ കോൺഗ്രസോ മറ്റുള്ള CPM-ഓ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ സമരം ചെയ്യാൻ പോകുന്നത് ഞങ്ങളെതിരല്ല. സമരം ചെയ്യാൻ അവരുടെ അവകാശമാണ്. അല്ല, അത് കേന്ദ്രത്തിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കില്ലേ 4 സംസ്ഥാനങ്ങൾ, ഇല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ 3 സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ അത് കേന്ദ്രത്തിനെ സമ്മർദ്ദത്തിലാക്കില്ലേ? നിലവിലെ അവരുടെ അവഗണന അവസാനിപ്പിക്കില്ലേ എന്നാണ് ചോദിച്ചത്.
അല്ലെ, കേന്ദ്രം അവഗണന ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ഉള്ളൂ കേന്ദ്രത്തിന് ഇത്തരത്തിലുള്ള ഒരു ആവലാതി. കാര്യം ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഇന്നിപ്പോ ഭാരത് അരി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. 29 രൂപയ്ക്ക് അരി ലഭിക്കാൻ പോവുകയാണ്, നല്ല അരി ലഭിക്കാൻ പോവുകയാണ്. അപ്പോ ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ കേന്ദ്രം കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാവരോടും ചോദിച്ചാലും വർഷത്തിൽ 6000 രൂപ കിസാൻ സമ്മാൻ നിധി വരുന്നത് ഒരു മുടക്കമില്ലാതെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്കും കിട്ടുന്നുണ്ട്, തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും കിട്ടുന്നുണ്ട്, കർണാടകയിലെ ജനങ്ങൾക്കും കിട്ടുന്നുണ്ട്, മറ്റുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോ കേന്ദ്രം കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട് എല്ലാ വിഹിതങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ കേന്ദ്രം കൊടുക്കുന്നതിൽ സമരമല്ലല്ലോ ചെയ്യുന്നത്, ഇവർക്ക് ചോദിക്കല്ലോ. ഇപ്പൊ ലോക്സഭയും രാജ്യസഭയും ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാത്തത്? അവിടെ ചോദിക്കുന്ന സമയത്ത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ വേണം ചോദിക്കാൻ. അപ്പൊ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ആ കണക്ക് പറയും. പിന്നെ 2 ഇന്ത്യ സഖ്യത്തെ പറ്റി പറഞ്ഞു അദ്ദേഹം, ശ്രീ അജി. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കേരളത്തിലുമുണ്ട്, ഒരു സംശയവും ഇല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലും അത്തരത്തിലൊരു മുന്നണി സംവിധാനം തന്നെയാണ്. പിന്നെന്താ, BJPക്ക് ഇവിടുന്ന് ഒരു 3-4 സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ സീറ്റ് കിട്ടാതിരിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടുന്ന ഒരു തന്ത്രമാണ് ഇന്ന് കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം എന്ത് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെ തന്നെ ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണ് BJPക്ക് നേടാൻ പോകുന്നത്. അല്ലാതെ DMKക്ക് അതിന് പരിഭ്രാന്തി കൊണ്ടിട്ടാണ് DMK ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഈ കപട മതേതരത്വം പറഞ്ഞ് കുറെ നാളായി ഇവർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ കപട മതേതരത്വം എന്ന് പറഞ്ഞ് ഇനി ഇന്ത്യയിലെ ജനങ്ങളെ, അപ്പൊ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് മാൻഡേറ്റ് കിട്ടി. ഈ ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാൻഡേറ്റ് കിട്ടിയിട്ടല്ല ഭരിക്കുന്നത്. ആ ഭാരതം ഭരിക്കാൻ ഭാരതത്തിലെ ജനങ്ങള് ഈ ബഹുഭൂരിപക്ഷം വരുന്ന സീറ്റുകള് BJPക്കല്ലേ കൊടുത്തത്. അപ്പൊ നിങ്ങൾ എന്തിനാ അതിനെ മാത്രമേ അവഗണിക്കുന്നത്? അപ്പൊ ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ BJPക്ക് വോട്ട് ചെയ്ത ആളുകളും BJP ജയിച്ച സ്ഥലങ്ങളിലെ ആൾക്കാർ മുഴുവൻ മതേതരവാദികളല്ല എന്നാണ് പറയുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ബാധ്യത വരുന്നില്ല, ഇല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നില്ല? അവിടുത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് കൃത്യമായി നടക്കുന്നു എന്നാണ് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്തത്. ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്കാണ് ചെലവ് ബാധ്യതകൾ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതലുള്ളത്. അത് വെറും 3 സംസ്ഥാനങ്ങളെ മാത്രം എങ്ങനെ ബാധിക്കുന്നു, മറ്റു സംസ്ഥാനങ്ങളെ ബാധിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ഷമീർ, ഇവിടെ കേരളം സമരത്തിലേക്ക് പോകുന്നു. കേന്ദ്രത്തിൽ നിന്ന് ചോദിക്കാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ കേന്ദ്രം എല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് BJP വാദിക്കുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത്? ധന്യ, ഇന്ത്യയുടെ സമരചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഐതിഹാസികമായ സമരത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരളത്തിന് അർഹതപ്പെട്ട ധനവിഹിതം 15ാം ധനകാര്യ കമ്മീഷൻ അപ്രൂവ് ചെയ്ത, അംഗീകരിച്ച ധനകാര്യ വിഹിതം പോലും അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് സർക്കാർ സംസ്ഥാനത്തെ മറ്റുള്ള BJP ഇതര സർക്കാരുകളോട് BJP പുലർത്തുന്ന നികൃഷ്ടമായ സമീപനം, ഏറ്റവും വളരെ ചൂഷണം എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളത്തോട് പുലർത്തുന്ന സമീപനമുണ്ടല്ലോ, ആ സമീപനത്തെ ഇന്ത്യക്ക് മുമ്പിൽ സംസാരിക്കാൻ വേണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അടങ്ങുന്ന സംഘം ഡൽഹിയിൽ സമരത്തിന് പോകുന്നത്. നമുക്കറിയാം, തമിഴ്നാടും കർണാടകയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകൾ സമരത്തിന് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത BJP പ്രതിനിധി പറയുകയുണ്ടായി, ദക്ഷിണേന്ത്യയിലെ സംസ്ഥാന സർക്കാരുകൾ സമരത്തിന് വരുന്നു എന്നുള്ളത് അത് കേവലം പാർട്ടിക്കാരാണ് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഒരു സംസ്ഥാനത്തെ സർക്കാർ എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ ആ നാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സർക്കാരുകളാണ്. അതുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും ഒക്കെ മലയാളികളാണല്ലോ. കാരണം ഞാൻ കരുതിയത് അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിന്റെ പൊതുവായ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയെ മനസ്സിലാക്കിക്കൊണ്ട് ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ചർച്ചയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ചോദിച്ചതുപോലെ എന്തുകൊണ്ട് അത്തരത്തിലൊരു ഒത്തൊരുമ ഇവിടെ മാത്രം ഉണ്ടാവുന്നില്ല? ഇപ്പൊ കർണാടക സർക്കാർ സമരത്തിന് പോകുന്നുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ സമരത്തിന് പോകുന്നുണ്ട്. പക്ഷേ അവരുന്നയിക്കുന്ന, അവരാവശ്യപ്പെടുന്ന അതേ ആവശ്യങ്ങളും ന്യായങ്ങളും മാത്രമാണ് ഇവിടെയും നിരത്തുന്നത്. പക്ഷേ ഇവിടെ മാത്രം ഇതെന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കോൺഗ്രസിന് എന്നുള്ളതിലാണ് അത്ഭുതം. അതിന്റെ ഉത്തരമാണ് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ. ഒരു കേരളത്തിന്റെ അതല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മനസ്സിലാക്കി കൊണ്ടുകൊണ്ടോ, അതല്ലെങ്കിൽ
കേന്ദ്രം നമുക്ക് അനുവദിക്കപ്പെട്ട അതല്ലെങ്കിൽ നമുക്ക് തരാൻ അർഹതയുള്ള പണം തരാതിരിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി സമരത്തിന് ഒപ്പം നിൽക്കേണ്ട കോൺഗ്രസ് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മാറി നിൽക്കുകയാണ്. നമുക്കറിയാം കർണാടകയിലെയും തെലങ്കാനയിലെയും ഒക്കെ സർക്കാരുകൾ ഇതാ കേന്ദ്രത്തിനെതിരെ സമരത്തിന് വന്നിരിക്കുകയാണ്. അവരുയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, അവരുയർത്തുന്ന സമരത്തിലെ രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളൊക്കെ സമാനമായി കേരളം ഉയർത്തുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് അതിൽ നിന്ന് മാറി നിൽക്കുന്നു? അതിന്റെ ഉത്തരമാണ് കേരളത്തിലെ കോൺഗ്രസ് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പുറത്ത് അവർ മറ്റൊരു ഒന്നും കാണുന്നില്ല. ശരി, ശ്രീ അജയ് കുര്യാക്കോസ്, എന്ത് താല്പര്യമാണ് കേരളത്തിൽ മാത്രം കോൺഗ്രസിന് സംരക്ഷിക്കാനുള്ളത്? നിലവിൽ ഇത്രയധികം ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞു, ധനകാര്യ കമ്മീഷന്റെ കാര്യമൊക്കെ പറഞ്ഞു, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എത്ര ശതമാനമാണ് കേന്ദ്രം പിടിച്ചു വെച്ചിരിക്കുന്നത്, എന്തൊക്കെ സംസ്ഥാനത്തിന് കിട്ടാനുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. ഇപ്പൊ നമുക്ക് സമയത്തിന്റെ കുറവുകൊണ്ടാണ് അത് ഓരോന്നായിട്ട് അടിവരയിട്ട് പറഞ്ഞു പോകാൻ സാധിക്കാത്തത്. ഇത്രയും ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രതിപക്ഷമല്ല നമ്മുടേത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്യൂറായിട്ട് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം മാറ്റി നിൽക്കട്ടെ. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവർ ചെയ്യുന്നതാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒപ്പം നിൽക്കും. എന്തൊക്കെ പരിപാടികൾ ഇവിടെ നടത്തി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഇവര് പറഞ്ഞല്ലോ, ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ കൊച്ചിയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ബൊക്കെ കൊടുക്കുകയും അദ്ദേഹത്തോടൊപ്പം ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന് സീറ്റ് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ. അത് രാജ്യത്തിന്റെ ഔദ്യോഗിക പരിപാടിയായിരുന്നു കൊച്ചിയിൽ. ഞാൻ ചോദിക്കട്ടെ, ബിഷപ്പുമാര് ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പോയപ്പോൾ എന്താ പറഞ്ഞത് ഇവര്? അത് ഔദ്യോഗിക പരിപാടിയായിരുന്നില്ലേ ബിഷപ്പുമാര് ക്ഷണിച്ചത്? അന്ന് പറയാമായിരുന്നില്ലേ? മണിപ്പൂരിലെ വിഷയം പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ ഇവര് ബിഷപ്പുമാരെ തെറി വിളിച്ചത്? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, കാര്യം നമുക്ക് എവിടെയും സംസാരിക്കാം. അത് ഔദ്യോഗികമാണോ അനൌദ്യോഗികമാണോ എന്നുള്ളതല്ല. ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗിമ്മിക്കാണ്. ബിജെപിയും ഇടതുപക്ഷവും ചേർന്നുകൊണ്ട് കേരള ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, SFI അന്വേഷണം നടക്കുന്നു. എന്താണ് അന്വേഷണം നടന്നത്? എല്ലാം കൃത്യമല്ലേ? തെളിവുകളെല്ലാം കയ്യിലുണ്ട്. എന്തുകൊണ്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തതുപോലെ എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല? അല്ല, ഈ ഗിമ്മിക്ക് നടക്കുന്നുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം പോവുക, അയൽ സംസ്ഥാനം അതിന് പിന്തുണ പ്രഖ്യാപിക്കുക? ഇപ്പൊ അത് പറഞ്ഞത് ശ്രീ രമേശ് ആയിരുന്നുവെങ്കിൽ അയൽ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവർ കേരളത്തിന്റെ വാലായിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളൊന്നല്ല. അവർക്ക് സ്വന്തമായ കാര്യങ്ങളുണ്ട്. അല്ല, ഇത് കോൺഗ്രസ് അല്ലേ തെറ്റിദ്ധരിക്കപ്പെടുക? കേന്ദ്രത്തിനെതിരെ സമരത്തിന് പോകാൻ കോൺഗ്രസ് താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഗിമ്മിക്ക് നടക്കുന്നത് മറ്റെവിടെയോ ആണ് എന്നല്ലേ സാധാരണ മനുഷ്യർ ചിന്തിക്കുക? കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഈ BJPക്കെതിരെ ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു റാലി നടന്നു, കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനം ആർക്കെതിരെയായിരുന്നു? BJPക്കെതിരെയായിരുന്നു. കേരളത്തിലെ 5 A ക്ലാസ് മണ്ഡലങ്ങളിൽ BJP മത്സരിക്കുന്ന 5 A ക്ലാസ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ശക്തമായി തന്നെ BJP നേരിടുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഓരോ പരിപാടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ശ്രീ TN പ്രതാപന് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞതല്ല, പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ്. എന്തുകൊണ്ട് തൃശ്ശൂരിൽ മാത്രം? അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും BJPക്കെതിരെ ഞങ്ങൾ മുന്നോട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? പ്രതിപക്ഷയുടെ BJPക്കെതിരെ നിൽക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ നിൽക്കേണ്ട വിഷയത്തിൽ നിൽക്കുന്നില്ലല്ലോ എന്നാണ് ചോദിച്ചത്. നിൽക്കുന്നുണ്ടല്ലോ മാഡം, ഞങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങളാണല്ലോ ആദ്യം പ്രതികരിച്ചത്. ഞങ്ങൾ നിയമസഭയിൽ പ്രതികരിച്ചല്ലോ. നിങ്ങൾ ഇത് ആവശ്യപ്പെടണം, കേരളത്തിന് ധവളപത്രം ഇറക്കണം, ഇറക്കിയതിനു ശേഷം കേന്ദ്രത്തിൽ ആവശ്യപ്പെടണം ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ. എന്തുകൊണ്ട് ധവളപത്രം ഇറക്കുന്നില്ല? ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു തരം ഒരു ഗിമ്മിക്കാണ്. ഇപ്പൊ കേന്ദ്രത്തിന്റെ ഒരു സമരം നടത്തി, കേന്ദ്രത്തിന്റെ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറാം എങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഒഴിവാക്കി തരണം. EDയും SFIയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത്. അറിയാലോ പിന്മാറുകയോ എന്നുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രമേശ്, ഇവിടെ ഒരു ആശയം, അതായത് ദക്ഷിണേന്ത്യൻ ഫോറം എന്നൊരു ആശയം വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടും നിലവിലെ സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ടും ഉണ്ടാവുന്നതാണ്. കർണാടക മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുന്നു, ഇത് കഴിഞ്ഞിട്ട് സമരത്തിന് ശേഷം അത്തരത്തിലൊരു ഫോറം, ഒരു സഖ്യം എന്നതിലേക്ക് പോകുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ശക്തി ഇവിടെ രൂപപ്പെട്ടാൽ BJP ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിലോ കർണാടകയിലോ കേരളത്തിൽ പ്രത്യേകിച്ച് നടക്കാൻ പോകുന്നുണ്ടോ? എല്ലാം നടക്കും. ഒന്ന്, താങ്കൾ പലപ്പോഴും ഒരു അവതാരിക എന്നുള്ളതിലുപരി ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. ഇങ്ങനെ കേന്ദ്രം തന്നില്ല. എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? കേരള ഗവൺമെന്റ് അത് ആരോപണം ഉന്നയിക്കാം. ഇപ്പൊ ഷമീർ യാഥാർത്ഥ്യങ്ങളും തെളിവുകളും ഉള്ളപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാകാൻ ആരോപണം ഉന്നയിക്കാം. താങ്കൾ സംസാരിച്ചാൽ മതി.
സാധാരണ എന്ന് പറഞ്ഞാൽ താങ്കൾ മാത്രമല്ല, ഞങ്ങളും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ, ഈ BJP-ക്കാരായിട്ടുള്ള താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധീകരിക്കുന്ന ആളാണ്, ഞാനതല്ല. അല്ല, താങ്കളാണല്ലോ പറഞ്ഞത്, താങ്കളുടെയാണ് സ്റ്റേറ്റ്മെന്റ്. അത് ഇത്രയധികം ബുദ്ധിമുട്ട് കേരളത്തിന് വരുത്തുന്ന കേന്ദ്രമാണ് താങ്കൾ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്, അല്ലാണ്ട് ചോദ്യമല്ല എനിക്ക് എന്റെ സർക്കാരിനെ വിശ്വസിച്ചല്ലേ പറ്റൂ ശ്രീ രമേശ്. അപ്പൊ കേന്ദ്ര സർക്കാരിനെ താങ്കൾക്ക് വിശ്വാസമില്ല, കേരള സർക്കാരിന് വിശ്വാസമാണ്. കേന്ദ്രത്തിലൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനല്ലേ കേന്ദ്രത്തിലുള്ള, ഈ കേന്ദ്രത്തിൽ ധനമന്ത്രി ലോക്സഭയിൽ പറയുന്നു, രാജ്യസഭയിൽ പറയുന്നു, താങ്കൾക്ക് വിശ്വാസമില്ലേ? താങ്കൾ എന്റെ ചോദ്യത്തിലേക്ക് ഇപ്പോഴും വന്നില്ല. അല്ല, ഞാൻ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് താങ്കൾ പറഞ്ഞ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ പറയുന്ന പോലെ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാധ്യമത്തിന്റെ ഒരു ചർച്ച നയിക്കുന്ന താങ്കൾ പറയരുത്, ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേന്ദ്രത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അല്ലേ മാഷേ? അപ്പൊ ഈ കേന്ദ്രത്തിലെ ഭരിക്കുന്നതും ഈ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം അറിയുന്ന, നന്നായി ഭരിക്കാൻ അറിയുന്ന അതേപോലെ കാര്യങ്ങളുള്ള ആൾക്കാരാണ് ധനമന്ത്രിമാര്. ഇവിടെ എന്തുകൊണ്ടാവുന്നില്ല? പിന്നെ തമിഴ്നാട് സമരം ചെയ്യുന്നത് ഒരു കാരണവശാലും കേരളത്തിന്റെ സമരത്തിന്റെ കാര്യങ്ങൾ മുൻനിർത്തിയല്ല. അവർക്ക് കഴിഞ്ഞ പ്രളയ ദുരിതാശ്വാസത്തിൽ ഇത്ര ആനുകൂല്യം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരത്തിന് പോകുന്നത്. വ്യത്യസ്തമായ കാര്യങ്ങളാണ് പലരും സമരം ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ എന്താ കാരണം? ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പിന് ജനങ്ങളുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് തങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന തങ്ങളുടെ കഴിവുകേടുകൾ മറച്ചു വെക്കാനായിട്ട് കേന്ദ്രത്തിന് പഴി ചാരാനുള്ള ഏറ്റവും മിനിമമായിട്ടുള്ള കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞോളൂ, വേറെ ഒരു സബ്ജക്റ്റും കേരളത്തിൽ പറയാനില്ല, കേരളത്തിന് വികസനത്തിനെ കുറിച്ച് പറയാനില്ല. ജനങ്ങളുടെ കാര്യത്തിനപ്പുറത്തേക്ക് എന്ത് സബ്ജക്റ്റ് ആണ് ഇപ്പോൾ പറയേണ്ടത്? കേരളത്തിന്റെ സബ്ജക്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ എന്ത് രീതിയിലുള്ള വരുമാന മാർഗങ്ങളാണ് കേരളം രൂപീകരിച്ചിരിക്കുന്നത്? കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ കേരളം ഏത് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ത് ഫോർമുലയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇപ്പൊ ഇത്തവണത്തെ ബഡ്ജറ്റിന് വന്നു, ബഡ്ജറ്റ് നോക്കി നോക്കൂ. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ വിഡിത്തല്ലേ, കേന്ദ്രം വിഹിതം കൊടുക്കുന്നില്ല. കേന്ദ്രം വിഹിതം കൊടുക്കുന്ന 57 ലക്ഷം എന്ന് ഇദ്ദേഹം പറയുന്ന സമയത്ത്, ഇന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി MLA കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത് എന്താ? എല്ലാ കണക്കുകളും അത് കേന്ദ്രത്തിന് അയച്ച കത്ത് നിരത്തിക്കൊണ്ട് എന്താ പറഞ്ഞത്? 28,000 കോടി രൂപയാണ് തരേണ്ടത്. 28,000 കോടി രൂപയിൽ 4,000 കോടി രൂപ മാത്രമാണ് അർഹതപ്പെട്ട വിഹിതം. കേരളത്തിലെ പദ്ധതി എന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് താങ്കൾ മറന്നോന്ന് എനിക്കറിയില്ല, ഈ വായ്പാ പരിധിയൊക്കെ വെട്ടി ചുരുക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതൊക്കെ കേന്ദ്രമാണ് ചെയ്യുന്നത്, അതൊക്കെ നാട്ടുകാർക്ക് അറിയാം. വായ്പാ പരിധി വെട്ടി ചുരുക്കിയിട്ടില്ല എന്ന് ധനമന്ത്രി വളരെ ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാലേ ലോക്സഭയിലെ, പിന്നെ താങ്കൾക്ക് കേന്ദ്രത്തിലെ ലോക്സഭയിൽ അവതരിപ്പിച്ച അതായത് 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേരളത്തിന് ആഭ്യന്തര വരുമാനത്തിന്റെ 3% നിബന്ധന ഇല്ലാതെയും 0.5% വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനും വിധേയമായി വായ്പ എടുക്കാവുന്നതായിരുന്നു. എന്നാൽ സ്വതന്ത്ര സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി കേരളത്തിന്റെ വായ്പാ പരിധി 21-22 വർഷത്തിൽ മുൻകാല പ്രാബല്യത്തോടെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇതുമൂലം കേരളത്തിലാകെ വായ്പാ പരിധിയിൽ 6,000 കോടിയോളം രൂപയുടെ കുറവ് 2023-24 സാമ്പത്തിക വർഷത്തിലുണ്ട്. അതെങ്ങനെ ഇല്ലാതാവുന്നത്? അല്ല, താങ്കൾ മനസ്സിലാക്കാത്ത കാര്യം, താങ്കൾ മനസ്സിലായിട്ട് മനസ്സിലാവാത്തമായി ധരിക്കുന്ന കാര്യം, കിഫ്ബി എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. ഇപ്പൊ നാഷണൽ ഹൈവേ എടുക്കുന്ന സമയത്ത് നാഷണൽ ഹൈവേ ഇതേപോലെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ വാദം. നാഷണൽ ഹൈവേ എടുക്കുന്ന സമയത്ത് നാഷണൽ ഹൈവേ സ്വയം വരുമാനം സൃഷ്ടിക്കുന്നുണ്ട്. കിഫ്ബി എന്ത് വരുമാനമാണ് സൃഷ്ടിക്കുന്നത്? കിഫ്ബി വരുമാനം സൃഷ്ടിക്കുന്നില്ല. കേരളം കൊടുക്കുന്ന ഫണ്ടാണ്, അതായത് കേരള ഗവൺമെന്റിന്റെ ഫണ്ടാണ് കിഫ്ബി എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ കിഫ്ബിയുടെ ഫണ്ട്, കിഫ്ബി എടുക്കുന്ന ലോണ് എല്ലാം കേരള ഗവൺമെന്റ് അക്കൗണ്ടിൽ വരും. ഇത് മിനിമം കോമൺ സെൻസ് അല്ലേ? ഈ മിനിമം കോമൺ സെൻസ് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കേരള ഗവൺമെന്റും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരും അല്ലെ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ സാധാരണ അല്ല, ഇതിപ്പം ഞാനല്ല, താങ്കളാണ് പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്നത് ആളുകളെയും തോന്നി. ഞാൻ താങ്കളിലേക്ക് വരാം. ഷമീർ, ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഇപ്പം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ എന്ത് പറഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടതാണ്. അല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല അത്. പക്ഷേ ഈ പറയുന്ന അവഗണനയെക്കുറിച്ച് എന്തായാലും അവരവിടെ പറയാൻ സാധ്യതയില്ല. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തി പോകേണ്ടതുപോലും വ്യക്തത വരുത്തിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്രയധികം കാര്യങ്ങൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടും അല്ലാതെയും കേന്ദ്രം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സമരത്തിന് പോകേണ്ട ആവശ്യം ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ BJPക്ക് ഇത് പറയാൻ സാധിക്കുന്നത് കേരളത്തിൽ? ധന്യ, എന്താണ് BJPക്ക് പറയാൻ കഴിയാത്തത്? ഇപ്പോൾ തന്നെ കണ്ടില്ല, ഭരണഘടനാ മൂല്യങ്ങളെയും ഭരണഘടനാ തത്വങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തി
അവരോട് കീഴ്പ്പെടാത്ത സംസ്ഥാന സർക്കാരുകളെ അതല്ലെങ്കിൽ അവരോട് രാഷ്ട്രീയമായി വിയോജിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തി അവരെ സംസ്ഥാന സർക്കാരുകളെ പൂർണ്ണമായും ശ്വാസം മുട്ടിക്കുന്ന ഒരു സമീപനമാണ് BJP സർക്കാർ കുറച്ചു കാലങ്ങളായി സ്വീകരിച്ചു പോരുന്നത്. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും കേരളത്തിന് അർഹതപ്പെട്ട തുകയെക്കുറിച്ചും മാധ്യമപ്രവർത്തകയായ അവതാരകയായ ധന്യ തന്നെ പരാമർശിക്കുകയുണ്ടായി. പക്ഷേ അതിനോടുള്ള BJPയുടെ പ്രതിനിധിയുടെ പെരുമാറ്റം തന്നെ നമുക്ക് കണ്ടല്ലോ. അദ്ദേഹം വളരെ അസഹിഷ്ണുതപരമായിട്ടാണ് പെരുമാറിയത്. സത്യം പറയുമ്പോൾ ഒരു മലയാളി എന്നുള്ള രീതിയിൽ, ഒരു കേരളീയൻ എന്നുള്ള രീതിയിൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഇല്ല, താങ്കൾ നേരത്തെ സംസാരിച്ചത് സംസാര രീതി താങ്കളുടേത് അങ്ങനെയായിരിക്കും. പക്ഷെ ഒരു കാര്യം കൂടി അത് കൂട്ടിച്ചേർക്കാനുള്ളത് ദേശീയപാതയുടെ കാര്യം പറഞ്ഞതാണ്. ദേശീയപാത 66 വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 25% തുകയാണ് കേരളത്തിനോട് ആവശ്യപ്പെട്ടത്. ഇതിന് കിഫ്ബി വഴി 5854 കോടി രൂപ സമാഹരിച്ച് നൽകിയിട്ടുണ്ട്. ഈ തുകയും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് അവകാശത്തിൽ നിന്ന് കുറയ്ക്കുന്ന നിലപാടല്ലേ കേന്ദ്രം സ്വീകരിച്ചത്? പിന്നെ താങ്കൾ എങ്ങനെയാണ് ദേശീയപാതയുടെ കാര്യത്തിൽ അങ്ങനെ പറയുക, ശ്രീ രമേശ്? അല്ലെ, ദേശീയപാതയുടെ കാര്യത്തിൽ ഇതല്ല. താങ്കൾക്കതാണ് ഞാൻ പറയുന്നത് എന്താണ് എന്ന് പോലും സഹിഷ്ണുതയോടുകൂടി കേൾക്കാനുള്ള ബാധ്യത താങ്കൾക്കില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത്, ഇവർ കിഫ്ബി ലോൺ എടുക്കുന്ന സമയത്ത് കിഫ്ബി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ലോൺ എടുക്കുന്നത്. ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ ലോൺ എടുക്കുന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് നാഷണൽ ഹൈവേ എടുത്ത് ഇത്തരത്തിൽ ലോൺ എടുത്ത് കേന്ദ്രത്തിന്റെ ലോൺ ആയിട്ട് കണക്കൂട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെങ്കിൽ നാഷണൽ ഹൈവേക്ക് ടോളിലൂടെ വരുമാനം വരികയും ആ വരുമാനത്തിലൂടെയാണ് ആ ലോൺ അടയപ്പെടുകയും ചെയ്യുന്നത്. കിഫ്ബിക്ക് അങ്ങനെയല്ല. കിഫ്ബിക്ക് പ്രത്യേകിച്ച് ഒരു ഇതും ലോണിനായിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഈ പൈസ കണ്ടെത്തുന്നത് കേരള ഗവൺമെന്റ് ആണ്. കേരള ഗവൺമെന്റ് ആണ് ലോൺ അടയ്ക്കുന്നത്. അതായത് കിഫ്ബി എടുക്കുന്ന ഫണ്ട് കേരള ഗവൺമെന്റ് ലോൺ അടയ്ക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പൊ കിഫ്ബിക്ക് പ്രത്യേക ഒരു വരുമാന മാർഗമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിഫ്ബി എന്ന് പറയുന്നതും നാഷണൽ ഹൈവേ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഈ സബ്ജക്ട് അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ സബ്ജക്ട് എന്താണ് എന്ന് പോലും താങ്കൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് രണ്ട് സബ്ജക്റ്റ് ആണ്. ശരി, മനസ്സിലായി. താങ്കൾ അത് ഒരുപാട് വിശദീകരിച്ച് നമ്മുടെ സമയം പോകും. ശ്രീ അജി കുര്യാക്കോസ്, താങ്കൾ പറഞ്ഞോളൂ. ശ്രീ അജി, താങ്കൾ അൺമ്യൂട്ട് ചെയ്യാമോ? നമുക്ക് വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിൽ നടക്കുന്ന ദൂരത്തിനെ കുറിച്ച് കേരളത്തിൽ ജനങ്ങൾക്കെല്ലാം ബോധ്യമാണ്. കേരളീയം, നവകേരള സദസ്സ്, അങ്ങനെ നടക്കുന്ന എല്ലാ ദൂർത്തുകളും നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഏതൊരു രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ നടന്നാലും അതിന് ആ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ അഭിഭാഷകരെ കൊണ്ടുവരുന്നത് കേരള ഗവൺമെന്റിന്റെ കാശിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ എല്ലാം കൊണ്ടും കേരളം ഒരു എന്താ പറയുക ദൂർത്ത് സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ന്യായീകരിക്കാത്തത്? ഇവിടെ കൃത്യമായിട്ട് ഇപ്പൊ തമിഴ്നാടിനെ പോലെയോ കർണാടകയെ പോലെയോ തെലങ്കാനയെ പോലെയോ ആന്ധ്രയെ പോലെയോ ഒക്കെ കൃത്യമായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവരൊപ്പം നിൽക്കും. ഇത് അവിടെയല്ല നടക്കുന്നത്. ഇത് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ടും സ്വജനപക്ഷപാതം, നികുതി പിരിക്കാതിരിക്കൽ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 92 കോടി രൂപയുടെ നികുതിയാണ് പിരിച്ചെടുക്കാനുള്ളത്. അത് എങ്ങനെയാണ് നികുതി പിരിച്ചെടുക്കുന്നത്? നികുതി എങ്ങനെ പിരിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം ഈ നികുതി പിരിച്ചെടുക്കേണ്ട ആളുകളെയാണ് നവകേരള സദസ്സിൽ രാവിലെ പ്രാതൽ കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി 23% വർധനയാണ് അല്ല, ഇതെല്ലാം അസംബന്ധം പറയാണ്. കഴിഞ്ഞ 2 വർഷമായി നികുതി പിരിവിൽ 23% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മുമ്പിൽ രേഖകളുണ്ട്, ഡാറ്റകളുണ്ട്. നമുക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾ പറയും. നിങ്ങളാണ് കൂടുതൽ സമയമെടുത്തത്. പക്ഷേ വിളിച്ച പ്രമുഖന്മാരുടെ ലിസ്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നികുതി കുടിശ്ശിക പറ്റിയ ആൾക്കാരാണ് കൂടുതൽ വന്നിട്ടുള്ളത്. നിങ്ങൾ നികുതി പിരിക്കൂ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നികുതി പിരിച്ച് ജനങ്ങൾക്കുള്ള കാശ് കൊടുക്കൂ, ക്ഷേമ പെൻഷൻ കൊടുക്കൂ. ഇതൊന്നും കൊടുക്കാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് കാണിച്ച് ആരുടെ പേരിൽ പഴി ചാരുക. ഇവിടെ ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാർ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ അടിമുടി സ്വജനപക്ഷപാതം. ശരി, സംസ്ഥാനത്ത് നമുക്ക് ഇതൊക്കെ പറയാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വാട്സാപ്പിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പ്രാതൽ കഴിച്ചതിന്റെയൊക്കെ കണക്കുകളും മറ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതൊരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മളിപ്പോ പറയുന്നത് പോലെ അത് അങ്ങനെ നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് താങ്കൾ പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പേരെടുത്ത് പറയാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം മനസ്സിലായി. പക്ഷേ
കുര്യാക്കോസ്, ഇത്രയേറെ പ്രശ്നങ്ങൾ, ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും കേരള സർക്കാരിനെ സംബന്ധിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ ആളുകളെ പ്രാദേശിക കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടില്ലേ? ഉത്തരം പറയൂ. ഞാൻ പറയുന്നത് അവസ്ഥ എന്താണ്? കേരളത്തിൽ നിൽക്കുന്ന വിഷയമാണ്, കേരളത്തിൽ മാത്രം നിൽക്കുന്ന വിഷയമാണ്. UDF അതിനെ ശക്തമായി എതിർക്കുന്ന, ഇല്ലെങ്കിൽ അതിലെല്ലാം പ്രശ്നം കണ്ടും ആളുകളെ ബോധ്യപ്പെടുത്തിയും പോയ വിഷയമാണ്. അതല്ല നമ്മുടെ വിഷയം. ഇതിനപ്പുറത്തേക്കാണ് കേന്ദ്ര വിഷയം നിൽക്കുന്നത്. അവിടെ കേരളം ഇത് ചെയ്തതുകൊണ്ട് നവകേരള സദസ്സിലെ ആളുകളെ വിളിച്ച് പ്രഭാത ഭക്ഷണം കൊടുത്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ നിൽക്കുന്നില്ല, ഞങ്ങൾ ഇപ്പോഴും കേരളത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? മാഡം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സോറി, ഞാൻ പറഞ്ഞത് കേരളത്തിൽ ദൂർത്ത് അവസാനിപ്പിക്കൂ. കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണം, നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞോളൂ. UGC ഗ്രാന്റ് കമ്മീഷൻ അവർ ഗ്രാന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് മാർച്ച് 12 മുമ്പ്, സോറി, താങ്കളുടെ ലൈനിൽ ചെറിയ ശരി, ശ്രീ അജി കുര്യാക്കോസ്, താങ്കളുടെ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ സമയം പൂർത്തിയാവുകയും ചെയ്യുകയാണ്. വളരെ നന്ദി ശ്രീ രമേശ്, ശ്രീ ഷമീർ, ശ്രീ അജി കുര്യാക്കോസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.